Hello friends, next is the components of PERT and CPM network. രണ്ട് മേജർ കോമ്പോണൻ്റ് ആണ് എല്ലാ സി പി എം PERT നെറ്റ്വർക്ക്സിനും ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഈവൻസ്. ഇതുപോലെയൊക്കെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉണ്ടാവുക. ഇതിനകത്ത് ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഇവൻറ്റും ഈ എ സി ബി ഡി എന്നൊക്കെ കാണിച്ചിരിക്കുന്ന ആരോയുടെ മുകളിൽ കാണിച്ചിരിക്കുന്നത് ആക്ടിവിറ്റീസുമാണ്. സോ വാട്ട് ഇസ് ആൻ ആക്ടിവിറ്റി? An activity represents an action and consumption of resources. Resources എന്ന് പറഞ്ഞാൽ ടൈം, മണി, എനർജി required to complete a portion of a project. Activity is represented by an arrow. For example, ഇപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് എന്ന് വിചാരിക്കാം. നമുക്ക് ചെയ്യാനുള്ള വർക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെന്ന് വിചാരിക്കാം. സോ എർത്ത് ഈസ് എക്സ്കവേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഡിഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ഈസ് ഡിഗ്ഗിങ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ആക്ടിവിറ്റി ആണ്. പ്ലാസ്റ്ററിങ് ദ തേർഡ് ഫ്ലോർ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആക്ടിവിറ്റി. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു റിസോഴ്സിനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ആക്ടിവിറ്റിയാണ്. ബട്ട് ഇവൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഒക്കൂർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഈ എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇവൻറ്റുകളാണ് ഐ ആൻഡ് ജെ എന്ന് പറയുന്നത്. The event has no resources and is represented by a circle. ഒരു സർക്കിളായിട്ടാണ് ഇവൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The ith event and jth event are the tail and head event respectively. എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവൻ്റാണ് ഐ എന്ന് പറഞ്ഞാൽ ദ ഹെഡ് ഇവൻ്റാണ് ജെ എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, ഇവൻറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ ഡിഗ്ഗിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ. ഫൗണ്ടേഷൻ ഡിഗ്ഗിങ് സ്റ്റാർട്ടഡ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഇവൻറ്റ്. നമുക്ക് ആക്ടിവിറ്റിയും ഇവൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഫൗണ്ടേഷൻ ഡിഗ്ഗിങ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡിഗ്ഗിങ് എൻഡ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഇവൻറ്റ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എൻഡ് ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇവൻറ്റ്. ഇപ്പോൾ ലൊക്കേഷൻ ഓഫ് എ സൈറ്റ് സ്റ്റാർട്ടഡ്, ലൊക്കേഷൻ ഓഫ് ദ സൈറ്റ് കംപ്ലീറ്റഡ്, പിന്നെ എന്നൊക്കെ പറയുന്നത് ഒന്ന് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ എൻഡഡ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്നൊക്കെ പറയുന്നത് ഇവൻറ്റ്സ് ആണ്. പക്ഷേ ഓരോ വർക്കുകളെ കാണിക്കുന്നത് ആക്ടിവിറ്റീസും ആണ്. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത്ര മനസ്സിലാക്കുക. ആക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരോ ആയിട്ടും ഇവൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോഡുകൾ ആയിട്ടും ആണ്, സർക്കിളുകൾ ആയിട്ടും ആണ്. ഒരുപാട് ടൈപ്പ് ഇവൻ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് മേർജ് ആൻഡ് ബേസ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ മുകളിലേക്ക് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് വരാം. അതുപോലെ തന്നെ ഒരു ഇവൻറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വൺ ഓർ മോർ ആക്ടിവിറ്റീസ് ക്യാൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് സൈമൾട്ടേനിയസ്ലി അറ്റ് ആൻ ഇവൻറ്റ്. നെക്സ്റ്റ് ഈസ് പ്രൊസീഡിങ് ആൻഡ് സക്സീഡിങ് ആക്ടിവിറ്റീസ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആക്ടിവിറ്റീസ് പെർഫോംഡ് ബിഫോർ ഗിവൻ ഇവൻറ്റ്സ് ആർ നോൺ ആസ് പ്രൊസീഡിങ് ആക്ടിവിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ആഫ്റ്റർ ഗിവൻ ഇവൻറ്റ് ആർ നോൺ ആസ് സക്സീഡിങ് ആക്ടിവിറ്റീസ്. ഈ ഫിഗർ തന്നെ നോക്കുക. ഐ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിൽ നിന്നും ഇവൻറ്റ് കഴിഞ്ഞ് എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി പോകുന്നുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും പോകുന്നുണ്ട്. ആൻഡ് എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ജെ ആണ്. ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവൻ്റ് എന്ന് പറയുകയാണെങ്കിൽ കെ ആണ്. ആൻഡ് ജെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആക്ടിവിറ്റി സി പോകുന്നുണ്ട്. ജെയിൽ നിന്ന് സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി പോകുന്നുണ്ട്. കെയിൽ നിന്നും ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും പോകുന്നുണ്ട്. സോ സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് എ എന്ന് പറയുകയാണെങ്കിൽ.
സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് എ. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് ബി. അതായത് തൊട്ട് മുമ്പത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ സക്സീഡിങ് ആക്ടിവിറ്റിയാണ് സി. ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ സക്സീഡിങ് ആക്ടിവിറ്റിയാണ് ഡി. സോ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബിഫോർ ഗിവൻ ഇവൻറ്റ്സ് ആർ നോൺ ആസ് പ്രിസീഡിങ് ആക്ടിവിറ്റീസ്. ഒരു ഇവൻറ്റിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ ആക്ടിവിറ്റീസ് പെർഫോംഡ് ആഫ്റ്റർ എ ഗിവൻ ഇവൻറ്റ് ഈസ് നോൺ ആസ് സക്സീഡിങ് activities. Activities A and B are preceding activities and C and D are succeeding activities. Next is a dummy activity. It is an imaginary activity which does not consume any resources and time is called a dummy activity. Dummy activity എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നെറ്റ്വർക്കിന് ചില റൂൾസ് ഉണ്ട്, ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ആക്ടിവിറ്റീസിനാണ് ഡമ്മി ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് ഇവൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദ ലോജിക് ഇൻ ദ നെറ്റ്വർക്ക്. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് ഇത് ഒരു ഡമ്മി ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഈസ് ഈ ഇവൻറ്റിൻ്റെ മുകളിൽ നിന്ന് ഈ ഇവൻറ്റിലേക്ക് പോകുന്ന ഒരു ഡമ്മി ആക്ടിവിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡമ്മി ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ വരുന്നുണ്ട്. ആൻഡ് എറേഴ്സ് ടു ബി അവോയ്ഡഡ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എ നെറ്റ്വർക്ക്. Okay, next is the errors to be avoided in constructing a network. First error, two activities starting from a tail event must not have a same end event. To ensure this, it is absolutely necessary to introduce a dummy activity as shown in figure. ഇവിടെ 1 and 2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്. 1 and 2. 1ൽ നിന്നും രണ്ട് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ that should not be end on the same event 2. 1ൽ നിന്നും രണ്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാരലായിട്ട് 1 എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നിന്നും 2 എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് രണ്ട് ആക്ടിവിറ്റി വരാൻ പാടില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ we have to introduce a dummy activity. ഈ രണ്ടാമത്തെ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നിന്നും 2 എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് ഒരു ആക്ടിവിറ്റി ആൻഡ് നമ്മൾ വേറൊരു ഇവൻ്റ് അവിടെ കൊടുത്തു. 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് കൊടുത്തു. ആൻഡ് 2ൽ നിന്നും 3ലേക്കൊരു ഡമ്മി ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തു. കൺഫ്യൂസ്ഡ് ആവണ്ട, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ബട്ട് ഇത്ര ഓർത്ത് വയ്ക്കാം, 2 activities starting from a tail event must not have a same end event. ടെയിൽ ഇവൻറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരു ഹെഡ് ഇവൻറ്റിൽ അല്ലെങ്കിൽ എൻഡ് ഇവൻറ്റിൽ ഒരുപോലെ എൻഡ് ആവില്ല. രണ്ട് ആക്ടിവിറ്റീസോ രണ്ടിൽ കൂടുതൽ ആക്ടിവിറ്റീസോ എൻഡ് ആവില്ല. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ലൂപ്പിംഗ് എറർ ഷുഡ് നോട്ട് ബി ഫോംഡ് ഇൻ ദ നെറ്റ്വർക്ക് as it represents performance of activities repeatedly in a cyclic manner. നോക്കുക, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇവൻറ്റ്സ് ഉണ്ട്. 3 ഇവൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ആരോയിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസാണ്. സോ 1 എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നിന്ന് 2 എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് ഒരു ആക്ടിവിറ്റി, 2ൽ നിന്ന് 3ലേക്ക് ഒരു ആക്ടിവിറ്റി, 3ൽ നിന്നും 1ലേക്ക് ഒരു ആക്ടിവിറ്റി. ഇവിടെ ഒരു ലൂപ്പിംഗ് എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഈ ലൂപ്പിംഗ് നെറ്റ്വർക്കിൽ ഒഴിവാക്കേണ്ടതാണ്. അതിങ്ങനെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. നെക്സ്റ്റ് ഈസ് റൂൾസ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എ നെറ്റ്വർക്ക്. ഫസ്റ്റ് റൂള് പറയുന്നത് നോ സിംഗിൾ ആക്ടിവിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് മോർ ദാൻ വൺസ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു സിംഗിൾ ആക്ടിവിറ്റി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു നെറ്റ്വർക്കിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല. ദ ലെങ്ത് ഓഫ് ആൻ ആരോ ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ആരോൻ്റെ ലെങ്ത്തിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല.
പക്ഷേ ഒരു സിംഗിൾ ആക്ടിവിറ്റിയും ഒരു തവണയിൽ കൂടുതലായിട്ട് ഒരു നെറ്റ്വർക്കിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് റൂൾ, the event numbered 1 is the start event and the event with the highest number is the end event. ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇവൻറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ആ പ്രോജക്റ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് എൻഡ് ഇവൻറ്റിൻ്റെ നമ്പർ എത്രയാവാം, ബട്ട് ദ ഹയസ്റ്റ് നമ്പർ വിൽ ബി ദ എൻഡ് ഇവൻറ്റ്. ബിഫോർ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ, all activities preceding it must be completed. ഒരു പുതിയ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് മസ്റ്റ് ഫോളോ എ ലോജിക്കൽ സീക്വൻസ് ബിറ്റ്വീൻ ദ ആക്ടിവിറ്റീസ്. ഒരു ലോജിക്കൽ സീക്വൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ അസൈനിങ് നമ്പേഴ്സ് ടു ഇവൻറ്റ്സ് there should not be any duplication of even numbers in a network. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു നമ്പറും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പാടില്ല. ഡമ്മി ആക്ടിവിറ്റീസ് മസ്റ്റ് ബി യൂസ്ഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നെസസറി ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ നെറ്റ്വർക്ക്. അനാവശ്യമായിട്ട് ഡമ്മി ആക്ടിവിറ്റീസ് എവിടെയും കൊടുക്കരുത്, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ദ നെറ്റ്വർക്ക് ഷുഡ് ഹാവ് ഓൺലി വൺ സ്റ്റാർട്ട് ആൻഡ് വൺ എൻഡ് ഇവൻറ്റ്. നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഒരു സിംഗിൾ ഇവൻറ്റിൽ നിന്നും എൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഇവൻറ്റിലും ആയിരിക്കണം. അതായത് ഒരു 3 ഇവൻറ്റ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സിംഗിൾ ഇവൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ഇവൻറ്റിൽ എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം. പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് അറിയാം. ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്താണ് ആക്ടിവിറ്റി എന്നും എന്താണ് ഇവൻ്റ് എന്നും എന്താണ് തമ്മിലുള്ള ഇൻ്റർറിലേഷൻ എന്നും എന്താണ് ഡമ്മി ആക്ടിവിറ്റി എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആവത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനി കുറച്ച് നെറ്റ്വർക്ക്സ് താഴെ കാണിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് നോക്കാം. ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ്. ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 ആക്ടിവിറ്റീസ് കാണിച്ചിട്ടുണ്ട്. Activity B can be performed only after completing activity A. ഇങ്ങനൊരു ആക്ടിവിറ്റി കണ്ടാൽ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ആക്ടിവിറ്റി B എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. ഇപ്പോൾ നമുക്ക് ഇതന്നെ നമ്മുടെ ആക്ടിവിറ്റി A എന്ന് പറയുകയാണെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെന്നും, ആക്ടിവിറ്റി B എന്ന് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആണെന്നും, ആക്ടിവിറ്റി C എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടുന്ന RR മെസോണറി ആണെന്ന് വിചാരിക്കാം. ആക്ടിവിറ്റി A നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, എർത്ത് വർക്ക് ഡിഗ് ചെയ്തു. ഡിഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആക്ടിവിറ്റി B പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ഈ ആക്ടിവിറ്റി A കഴിയാതെ ഒരിക്കലും ആക്ടിവിറ്റി B കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആക്ടിവിറ്റി B കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്ത് ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞ് സെക്കൻഡ് ആക്ടിവിറ്റി ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആക്ടിവിറ്റി C നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആക്ടിവിറ്റി C എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് മുകളിൽ ചെയ്യുന്ന RR മെസോണറി ആണ്. സോ ആക്ടിവിറ്റി B ക്യാൻ ബി പെർഫോംഡ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റി A ആൻഡ് ആക്ടിവിറ്റി C ക്യാൻ ബി പെർഫോംഡ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റി B. ഈ നെറ്റ്വർക്ക് കാണുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ്. ആൻഡ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ആക്ടിവിറ്റി B ആൻഡ് C ക്യാൻ ബി സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് A. A എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, B എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും C എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി A എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈറ്റ് ക്ലിയറിംഗ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് കുറച്ച് കാട് പിടിച്ചിട്ടുള്ള ഒരു സൈറ്റായിരുന്നു. ആ സൈറ്റിൻ്റെ സൈറ്റ് ക്ലിയറിംഗ് ആയിരുന്നു ആക്ടിവിറ്റി A എന്ന് വിചാരിക്കാം. ആക്ടിവിറ്റി B റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബിൽഡിങ്ങും, ആക്ടിവിറ്റി C റെപ്രസെൻ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബൗണ്ടറി വാളാണെന്ന് വിചാരിക്കാം.
ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞെങ്കിൽ സൈറ്റ് ക്ലിയറിംഗ് ആണ്. ആക്ടിവിറ്റി ബി എന്ന് പറയുകയാണെങ്കിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബിൽഡിങ്ങും ആക്ടിവിറ്റി സി എന്ന് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബൗണ്ടറി വാളുമാണ്. സോ സൈറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബിൽഡിങ്ങും സി എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ ഓഫ് ബൗണ്ടറി വാളും വേണമെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനെ കാണിക്കുന്നത് ഇതുപോലെയാണ്. എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവണം, അതിനുശേഷം ബിയും സിയും സൈമൾട്ടേനിയസ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് തേർഡ് ഫിഗർ, activities A and B must be completed before start of activity C. Activity A and B should be completed before start of activity C. ഈ നെറ്റ്വർക്കിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം, ലൈക്ക് എ ടോയ്, എന്തെങ്കിലും ടോയ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോയ് എന്ന് പറയണമെങ്കിൽ ഒരുപാട് പാർട്സ് കൂടി ചേർന്നായിരിക്കും ഒരു ടോയ് എന്ന് പറയുന്നത്. ഒരു കാർ എന്ന് പറയണമെങ്കിൽ അല്ലേ, ഒരുപാട് പാർട്സ് കൂടി ചേർന്നായിരിക്കും. സോ എ എന്ന് പറയുന്നത് ആ ടോയുടെ ഒരു പാർട്ടും ബി എന്ന് പറയുന്നത് ടോയുടെ വേറെ പാർട്ടുമാണെന്ന് വിചാരിക്കാം. ഈ രണ്ട് ഇപ്പോൾ മാനുഫാക്ചറിങ് ഓഫ് പാർട്ട് 1 എന്ന് പറഞ്ഞ് ഒരു പാർട്ടിനെ പാർട്ട് 1 എന്നും മറ്റേ പാർട്ടിന് പാർട്ട് 2 എന്നുമാണ് പറയുന്നത്. സോ മാനുഫാക്ചറിങ് ഓഫ് പാർട്ട് 1 ആയിരിക്കും എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. മാനുഫാക്ചറിങ് ഓഫ് പാർട്ട് 2 ആയിരിക്കും ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. ആൻഡ് അസംബ്ലിങ് ഓഫ് എ ആൻഡ് ബി ആയിരിക്കും പാർട്ട് സി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. സോ പാർട്ട് 1ഉം പാർട്ട് 2ഉം മാനുഫാക്ചർ ചെയ്തതിന് ശേഷം മാത്രമേ അത് അസംബിൾ ചെയ്യാൻ പറ്റൂ അല്ലേ. സോ എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിൽ പാർട്ട് 1 മാനുഫാക്ചർ ചെയ്തു, ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിൽ പാർട്ട് 2 മാനുഫാക്ചർ ചെയ്തു. അത് രണ്ടും മാനുഫാക്ചർ ചെയ്തതിന് ശേഷം മാത്രമേ സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് അസംബ്ലിങ് ഓഫ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നടക്കൂ. സോ ദിസ് ഈസ് ആക്ടിവിറ്റീസ് എ ആൻഡ് ബി മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റി സി. സോ ഫോർത്ത് കേസ്, activity C must start only after completing A and B, but activity D can start after completion of activity B. നോക്കാം, നമ്മൾ ഡമ്മി ആക്ടിവിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഹിയർ നമുക്ക് ഒരു ആക്ടിവിറ്റി സി ഉണ്ട്. ആക്ടിവിറ്റി സി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഇവൻറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി സി. ആക്ടിവിറ്റി സി കംപ്ലീറ്റ് ആവണമെങ്കിൽ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ആവണം, അതുപോലെ തന്നെ ആക്ടിവിറ്റി ബിയും കംപ്ലീറ്റ് ആവണം. ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ആവണം എന്ന് പറഞ്ഞ കാരണം നമുക്കിവിടെ ഒരു ഡമ്മി ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്, ഇങ്ങനെയാണ് അത് വരുന്നത്. സി മസ്റ്റ് ബി സ്റ്റാർട്ടഡ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ആൻഡ് ബി. പക്ഷേ ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആവാൻ എന്തുമാത്രം മതി, ബി മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഡിയിലേക്ക് സ്റ്റാർട്ട് ആവാൻ അതിന് തൊട്ട് മുമ്പുള്ള ഇവൻറ്റിലേക്ക് വരുന്നത് ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമാണ്. ഡിയുടെ മുന്നിലുള്ള ഇവൻറ്റിലേക്ക് വരുന്നത് ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമാണ്. സോ ഈ ആക്ടിവിറ്റി, ഇതാണ് അതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റി മാത്രം കംപ്ലീറ്റ് ആയാൽ മതി. ബട്ട് സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ മുമ്പിലുള്ള ഇവൻറ്റിലേക്ക് രണ്ട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റീസ് എ ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റീസ് ബി. ഇതൊരു ഡമ്മി ആക്ടിവിറ്റി ഉണ്ട്, കണക്ട് ചെയ്തുകൊണ്ടാണ്. സോ ആക്ടിവിറ്റി സി must start only after completing activities A and B, but activity D can be start after completion of activity B. Next is procedure for numbering the events using Fulkerson's rule. First step, numbering in the procedure ആണ് പറയുന്നത്. Step 1, number the start or initial event as 1. ഫസ്റ്റ് ഇവൻറ്റിന് 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും നമ്പർ കൊടുക്കുക. ആൻഡ് എൻഡ് ഇവൻറ്റിന് ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ തന്നെ എൻഡ് ഇവൻറ്റിന് ഏറ്റവും ഹയസ്റ്റ് നമ്പറാണ് കൊടുക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ് ഫ്രം ഇവൻറ്റ് 1 സ്ട്രൈക്ക് ഓഫ് ഓൾ ഔട്ട് ഗോയിങ് ആക്ടിവിറ്റീസ്. ഇവൻറ്റ് 1ൽ നിന്ന് പോകുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ വരയ്ക്കും. And this would have made one or more events as initial events. Event which do not have incoming activities, number that event as 2.
ഫസ്റ്റ് ഇവൻറ്റ് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുത്തു. ആൻഡ് എല്ലാ ഔട്ട് ഗോയിങ് ആക്ടിവിറ്റീസും 1 നിന്നുള്ള എല്ലാ ഔട്ട് ഗോയിങ് ആക്ടിവിറ്റീസും നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്തു. ദിസ് വുഡ് ഹാവ് മെയ്ഡ് 1 or more events ആസ് ഇനീഷ്യൽ ഇവൻറ്റ്സ്. അതുകൊണ്ടെന്താ, ഇനീഷ്യൽ ഇവൻറ്റ്സ് 1 or more ഇനീഷ്യൽ ഇവൻറ്റ്സ് ഉണ്ടാവാം. ബട്ട് ദ ഇവൻറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് ഇൻകമ്മിങ് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് കൊടുക്കണം, 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുക്കണം. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതേ സ്റ്റെപ്പ് തന്നെ 3ലേക്കും 4ലേക്കും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൺഫ്യൂസിങ് ആണ് കുറച്ച്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം.